ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളൊരു വിഷയം സ്ത്രീ ഏറെ പരിഗണിക്കപ്പെടേണ്ടവളാണ് എന്നതാണ്. എന്താ ഇപ്പൊ അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യാനൊരു കാരണം? അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, സാധാരണ പല ജോലിക്കും പോയിരുന്ന, പല കച്ചവടത്തിനും പോയിരുന്ന സഹോദരന്മാരൊക്കെ വീട്ടിലാണ്. അവര് വീട്ടിൽ തന്നെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും പലതരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളും പെരുമാറ്റ ദൂഷ്യങ്ങളും സഹോദരിമാരുടെ നിലയും വിലയും തിരിച്ചറിയാതെ അവരെ വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ പറയുക, ആ രൂപത്തിലുള്ള പെരുമാറ്റം നടത്തുക, ഇതൊക്കെ സാർവത്രികമായിരിക്കുന്നു. ചിലരൊക്കെ വിളിച്ച് ആ ഒരു സങ്കടം വല്ലാതെ പറഞ്ഞു. പെണ്ണിന്റെ മൂല്യം മനസ്സിലാക്കാത്തവൻ വളരെ നിന്ദ്യനാണെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പെണ്ണിനെ പരിഗണിക്കണം, പെണ്ണിനെ മാനിക്കണം, പെണ്ണിനെ ഇസ്ലാം നൽകിയ സ്ഥാനത്തെ കുറിച്ച് തിരിച്ചറിയണം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതിങ്ങനെയാണ്, ഖൈറുമാ യക്തനിസുൽ മർഉ അൽ മർഅതു സ്വാലിഹാ. സഹോദരായി ഹദീസ് ഒന്ന് ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ ഹബീബ് മുത്തുളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞ് പഠിപ്പിക്കുന്നത്, ഖൈറുമാ യക്തനിസുൽ മർഉ, ഒരു മനുഷ്യന്റെ സമ്പാദ്യത്തിൽ ഏറ്റവും ഖൈറായ സമ്പാദ്യം അൽ മർഅതു സ്വാലിഹാ, അത് സാലിഹത്തായ പെണ്ണാൻ. ഒരാൾക്ക് ലഭ്യമാക്കുന്നതിൽ ഏറ്റവും ഖൈറായ മുതൽ നിധി സാലിഹത്തായ പെണ്ണാൻ. ഖൈറു മതാഇദ് ദുനിയാ അൽ മർഅതു സ്വാലിഹാ. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, ദുനിയാവിലെ ഏറ്റവും നല്ല ചരക്ക്, ദുനിയാവിലെ ഏറ്റവും അമൂല്യമായ വസ്തു അൽ മർഅതു സ്വാലിഹാ, അത് സ്വാലിഹത്തായ പെണ്ണാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മൾ ഉൾക്കൊള്ളുകയും ആ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് അവരോട് പെരുമാറുകയും ചെയ്യാൻ തയ്യാറാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാ. നല്ല നിലയിൽ ഭാര്യയോട് പെരുമാറുന്നതിന് അളവറ്റ പ്രതിഫലമാണ് ജല്ല ജലാലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്നത്. ഇത് നിസാരമായൊരു സംഗതിയല്ല, ഇത് നിസാരമായൊരു കാര്യമല്ല. ഹബീബായ നബി തങ്ങൾ തന്റെ അവസാന ഘട്ടത്തിൽ നൽകിയ സുപ്രധാന നിർദ്ദേശങ്ങളിൽ പെണ്ണിന്റെ സംരക്ഷണത്തിന് ആവശ്യമായ വസിയ്യത്ത് നൽകിയത് നമ്മൾ ഓർക്കേണ്ടതാണ്. വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. ഒരാൾ തൻ്റെ അവസാന ശ്വാസത്തിൽ അവസാന ഘട്ടത്തിൽ പറയുന്ന കാര്യത്തിനല്ലേ വസിയ്യത്ത് എന്ന് പറയാ. അയാൾ തൻ്റെ ആയുസ്സിൽ പറഞ്ഞതിൽ ഏറ്റവും വില കൽപ്പിക്കേണ്ടത്, ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കേണ്ടത് വസിയ്യത്തിനല്ലേ. ഹബീബായ നബി തങ്ങളുടെ വസിയ്യത്തിൽ പെട്ടതാണ്, പ്രിയപ്പെട്ട സഹോദരാ, പെണ്ണിനെ പരിഗണിക്കണം, പെണ്ണിനെ മാനിക്കണം, ഭാര്യയെ പരിഗണിക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആഖിറുമാ വസ്സാ ബിഹാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثلاث. آخر ما وصى بها رسول الله صلى الله عليه وسلم ثلاث. ഹബീബായ നബി തങ്ങളുടെ വസിയ്യത്ത് 3 കാര്യങ്ങളാണ്. മുത്തുനബിയുടെ വസിയ്യത്ത് 3 കാര്യങ്ങളാണ്. കാന യതകല്ലമു ബിഹിന്ന ഹത്താ തലജലജ ലിസാനുഹു വഖഫിയ കലാമുഹു. അല്ലാഹുവിന്റെ റസൂല് അവസാന ഘട്ടത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് ഇങ്ങനെ കിടക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ആ അവസാന ഘട്ടത്തിൽ എന്തോ മുത്തുനബി ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ കാത് ഹബീബിന്റെ ചുണ്ടോടടുപ്പിച്ചു.
നോക്കുമ്പോ ഹബീബായ നബി തങ്ങൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹത്താ തലജലജ ലിസാനുഹു വഖഫിയ കലാമുഹു. അത് പറയാനായി നാവിനെ ഇങ്ങനെ ചലിപ്പിക്കുന്നു, നാവിങ്ങനെ പിടക്കുന്നുണ്ട്. പിന്നെ മുത്തുനബിയുടെ സംസാരം അങ്ങ് അവ്യക്തമായി കേൾക്കാതെയായി. നോക്കുമ്പോ ജഅല യഖൂലു, എന്താ മുത്തുനബി പറയുന്നതെന്നറിയോ? ഒന്നാമതായി അസ്സലാ അസ്സലാ, ഉമ്മത്തെ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ, ഉമ്മത്തെ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ. ഏത് വിഷയത്തിൽ നിങ്ങൾ അശ്രദ്ധരായാലും നിസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധരാകരുത്. ആ വിഷയത്തിൽ യാതൊരു അശ്രദ്ധയും നിങ്ങളിൽ ഉണ്ടാകരുത്. അത് നേരാവണ്ണം സമയാസമയത്ത് നിർവഹിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നേരത്തിന് നിസ്കരിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഒരു വഖ്ത് പോലും ഖളാ ആവാതെ നിസ്കരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പലപ്പോഴും വീട്ടിലൊക്കെ ജോലി തിരക്കിനിടയിൽ ളുഹർ നിസ്കാരം ആ ളുഹറിന്റെ അവസാനത്തേക്കാട്ട് ബന്ധിക്കും. ഒരു 3:40 ബാങ്കെങ്കിൽ ഒരു 3:30 ഒളുർക്കാൻ പോവാ. അവരും ജോലിയും കാര്യം തിരക്കായിരിക്കും. അപ്പൊ ഒളുർത്താനുള്ള ലാഭം എന്താ? ഒരു 3:30 ഒളുർത്ത് വേഗം ളുഹർ നിസ്കരിച്ച് സലാം വീട്ടുമ്പോഴത്തേക്ക് അസ്ർ ബാങ്ക് കൊടുത്തു. ആ ഒളു കൊണ്ട് തന്നെ അസ്ർ നിസ്കരിക്കാം. അങ്ങനെ ഒരു ലാഭം നോക്കുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന വലിയ പ്രത്യാഘാതം എന്താണെന്നറിയോ? പലർക്കും ളുഹർ ഖളാ ആയി പോകും. അള്ളാഹു കാക്കട്ടെ. ആമീൻ പറഞ്ഞിക്ക്. അല്ലാഹു കാക്കട്ടെ. നിസ്കാരം നഷ്ടപ്പെടൽ നിസാരമല്ല. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതിങ്ങനെയാ, മൻ തറക സ്വലാത മുതഅമ്മിദാ കതബല്ലാഹു ഇസ്മഹു അലാ ബാബിന്നാർ. ഒരൊറ്റ വഖത്ത് നിസ്കാരം ഒരാൾ മനഃപൂർവ്വം അങ്ങ് ഒഴിവാക്കിയാൽ, സഹോദരാ ശ്രദ്ധിക്കണേ, സഹോദരി പറയുന്നത് ശ്രദ്ധിക്കണേ. മൻ തറക സ്വലാത മുതഅമ്മിദാ, മനഃപൂർവ്വം ഒരു വഖത്ത് നിസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ, കതബല്ലാഹു ഇസ്മഹു അലാ ബാബിന്നാർ, അവന്റെ പേര് അതോടുകൂടെ നരകത്തിന്റെ കവാടത്തിന്റെ മേൽ ജല്ല ജലാലായ അല്ലാഹു എഴുതി വെക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ വഖത്ത് മനഃപൂർവ്വം ഒഴിവാക്കിയാൽ, ഇത് വീട്ടിൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധരാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം അവരെ കേൾപ്പിച്ചു കൊടുക്കണം. ഇതിന്റെ ഗൗരവം നിസ്സാരല്ല. ഇത് നിസ്സാരമായി കാണേണ്ട സംഗതിയല്ല. നരകത്തിന്റെ കവാടത്തിന്റെ മേൽ ഒരാളെ പേര് വീണാൽ ആ പേര് മായാതെ സ്വർഗം കിട്ടൂല മുഅ്മിനേ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നേരത്തിന് ഖളാ ആവാതെ കൃത്യമായി നിസ്കരിക്കാനുള്ള മഹാഭാഗ്യം, സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ. ഒന്നാമതായി നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞു. രണ്ടാമതായി വമാ മലക്കത് ഐമാനുക്കും ലാ തുകല്ലിഫൂഹും മാ ലാ യുതീഖൂൻ. നിങ്ങൾക്ക് കീഴിൽ ജോലി ചെയ്യുന്നവർ, നിങ്ങളുടെ അടിമകൾ, അവരോട് അവർക്ക് കഴിയാത്ത ഒരു കാര്യം ഒരിക്കലും നിങ്ങൾ കൽപ്പിക്കാൻ പാടില്ല. ഇസ്ലാമിക രാജ്യത്ത് അംഗീകരിക്കപ്പെട്ട ചില അടിമകളുണ്ട്. അതേ പ്രകാരം നമുക്ക് കീഴിൽ ജോലി ചെയ്യുന്നവർ, അവരോട് അവർക്ക് സാധ്യമല്ലാത്ത ഒരു കാര്യവും ഒരിക്കലും കൽപ്പിക്കരുത്. ഞാൻ നിനക്ക് കൂലി തരുന്നില്ലേ, ഞാൻ നിനക്ക് കാശ് തരുന്നില്ലേ, നീ മാസാമാസം ശമ്പളം വാങ്ങുന്നില്ലേ, അതുകൊണ്ട് അത് ചെയ്യ്, ഇത് ചെയ്യ്, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്. അവർക്ക് കഴിയാത്തത് പരിധിക്കപ്പുറം ഒരിക്കലും അവരോട് കൽപ്പിക്കാൻ പാടില്ല. മൂന്നാമതായി ഹബീബ് പറഞ്ഞത്, അല്ലാഹ ഫിന്നിസാ, സ്ത്രീകൾ
സ്ത്രീകളുടെ കാര്യത്തിൽ, വിശിഷ്യ ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കേണ്ടതാണ്. എന്തുകൊണ്ട്? ഫഇന്നഹുന്ന അവാനും ഫീ ഐദീകുന്ന. എന്തേ കാര്യമെന്നറിയോ? നിങ്ങളുടെ ഭാര്യമാർ അവരെ അല്ലാഹു നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച അടിമകളെ പോലെയാണ്. അഥവാ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അവർക്കൊന്ന് പുറത്തു പോകണമെങ്കിൽ നിങ്ങളുടെ സമ്മതം വേണ്ടേ? നിങ്ങളോട് ചോദിക്കണ്ടേ? അപ്പൊ ആ നിലയിലാണ് അല്ലാഹു അവരെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് പരമാവധി ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറണം, നല്ല നിലയിൽ വർത്തിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ വസിയത്താണ്. നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ അർത്ഥത്തിലും സ്ത്രീയെ പൂർണ്ണമായും പരിഗണിക്കുന്ന മതമാണ് ഇസ്ലാം. പലപ്പോഴും മുസ്ലിം സ്ത്രീയെ ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിം സ്ത്രീയുടെ കാര്യങ്ങൾ പറഞ്ഞ് ഇസ്ലാം സ്ത്രീക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. അവർ കാര്യത്തെ വസ്തുനിഷ്ഠമായി പഠിക്കാൻ തയ്യാറാകണം. എല്ലാ അർത്ഥത്തിലും ഇസ്ലാം വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്, പരിഗണന നൽകിയിട്ടുണ്ട് പെണ്ണിന്. പക്ഷെ ഒരു കാര്യം, സ്ത്രീ പുരുഷ സമ്പൂർണ്ണ സമത്വം അതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇസ്ലാം പെണ്ണിനെ പരിഗണിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം സ്ത്രീ പുരുഷ സമ്പൂർണ്ണ സമത്വമല്ല. സ്ത്രീ പുരുഷ സമ്പൂർണ്ണ സമത്വം വാദിക്കുന്നത് സത്യത്തിൽ സ്ത്രീകളോട് കാണിക്കുന്ന ക്രൂരതയാണ്. എങ്ങനെയാണ് സ്ത്രീ പുരുഷ സമ്പൂർണ്ണ സമത്വം നടക്കുക? മാർച്ച് 8-നാണ് അന്താരാഷ്ട്ര വനിതാ ദിനം. വനിതാ ദിനമൊക്കെ കടന്നു വരുമ്പോ പല ആളുകളും, പല പുരോഗമന ചിന്താഗതിക്കാരും, പല വിഭാഗം ആളുകളും സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കാറുണ്ട്. ആ സമയത്തൊക്കെ പലപ്പോഴും ഇസ്ലാമിന്റെ മേൽ അവർ കുതിര കയറാറുണ്ട്. ഇസ്ലാം സ്ത്രീക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യം നൽകുന്നില്ലെന്നും സമ്പൂർണ്ണ സമത്വത്തിന് അനുവദിക്കുന്നില്ലെന്നുമാണ് അവരുടെ വാദം. ശരിയാണ്. സ്ത്രീ പുരുഷ സമ്പൂർണ്ണ സമത്വം ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. അത് സാധ്യവുമല്ല. എന്തുകൊണ്ട്? ആണിന്റെ പ്രകൃതിയും പെണ്ണിന്റെ പ്രകൃതിയും പൂർണ്ണമായും രണ്ടും രണ്ടാണ്. ശരീര പ്രകൃതി രണ്ടും രണ്ടാണ്, മാനസിക പ്രകൃതി രണ്ടും രണ്ടാണ്. അങ്ങനെയുള്ള ആണിനെയും പെണ്ണിനെയും കൂടെ സമ്പൂർണ്ണ സമത്വത്തിലാക്കുന്നത് എന്തിനാണ്? സ്ത്രീയുടെ ശരീരഘടനയെ കുറിച്ച് ചിന്തിക്ക് സഹോദര. ആണിന്റെ ശബ്ദവും പെണ്ണിന്റെ ശബ്ദവും രണ്ടും രണ്ടല്ലയോ? മാത്രമല്ല, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഉള്ളിൽ ഗർഭപാത്രമുണ്ട്. 9 മാസം അവൾ കുഞ്ഞിനെ ഗർഭം ചുമക്കും, ഗർഭം ധരിക്കണം. 2 വർഷം ആ കുഞ്ഞിനെ മുലയൂട്ടണം. ആ 2 വർഷം മുലയൂട്ടാന് മാറിടത്തിൽ മുലപ്പാൽ അത്ഭുതകരമായ രൂപത്തിലല്ലേ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. എത്ര വലിയ അത്ഭുതമാണ്! ആ കാര്യങ്ങൾ ആലോചിക്കേണ്ടതാണ്. കുഞ്ഞിന് മുലയൂട്ടാൻ മാറിടത്തിൽ എത്ര വലിയ അത്ഭുത സംവിധാനമാണ് അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല, സ്ത്രീയുടെയും പുരുഷന്റെയും ശാരീരിക വ്യത്യാസങ്ങൾ തന്നെ അവരുടെ ജനനേന്ദ്രിയങ്ങൾ രണ്ടും പൂർണ്ണമായും 2 രൂപത്തിലല്ലയോ? ഇനി എല്ലാം കഴിഞ്ഞ് പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞാൽ തന്നെ ആ കുഞ്ഞിന് മുലയൂട്ടണം, ആ കുഞ്ഞിന് വേണ്ട സംരക്ഷണം നൽകണം. അതിന് മാനസികമായൊരു പ്രത്യേക താല്പര്യവും ഒരു പ്രത്യേകമായ സംവിധാനം, ഒരു പ്രത്യേക ഘടനയും ഉണ്ടാകണം, പ്രകൃതിയും ഉണ്ടാകണം. ഒരു പുരുഷനെ കൊണ്ട് ഒരു കുഞ്ഞിന് ചെറിയ പ്രായത്തിൽ വേണ്ട തർബിയത്ത് നൽകി സംരക്ഷണം നൽകി ആ കുഞ്ഞിനെ നോക്കാൻ കഴിയൂല. അതിനുള്ള ക്ഷമ പുരുഷന് കിട്ടൂല. മാനസിക ഘടനയും രണ്ടാണ്. കുഞ്ഞിനെ നോക്കാനുള്ള ക്ഷമ ഒരിക്കലും പെണ്ണിനെ പോലെ ആണില്ലല്ലോ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ ശാരീരിക ഘടനയിലും അവരുടെ മാനസിക ഘടനയിലും പൂർണ്ണമായ വ്യത്യാസമുള്ളതോടൊപ്പം എങ്ങനെയാണ് സ്ത്രീ പുരുഷ സമ്പൂർണ്ണ സമത്വം ഇവിടെ നടക്കുന്നത്? അതിനുവേണ്ടി വാദിക്കുന്നത് തന്നെ സത്യത്തിൽ വിവരക്കേടാണ്. ആണിനില്ലാത്ത ഒരുപാട് ബാധ്യതകൾ, കാര്യങ്ങൾ പെണ്ണിന് നിർവഹിക്കാനുണ്ട്. ഗർഭം ധരിക്കലും പ്രസവിക്കലും കുഞ്ഞിനെ നോക്കലും ഇതൊക്കെ ആണിന് കഴിയില്ല. ആണിന്റെ ബാധ്യതയല്ല, അത് പെണ്ണിന്റെ ബാധ്യതയാണ്. ഇങ്ങനെ ഒരുപാട് ബാധ്യതകൾ പെണ്ണിനുള്ളത് കൊണ്ട് ആ പെണ്ണിന് ഇസ്ലാം ഒരുപാട് ഇളവുകൾ നൽകിയിട്ടുണ്ട്.
അവൾ ഗർഭിണിയാണെങ്കിൽ പ്രയാസമുണ്ടെങ്കിൽ അവൾ നോമ്പെടുക്കേണ്ടതില്ല. ശറഈന്റെ നിയമമാണ്. അവൾ നോമ്പൊഴിവാക്കിയാൽ അവൾക്കതിന് കുറ്റമില്ല. അവൾ കുഞ്ഞിന് മുല കൊടുക്കുന്ന സമയത്ത് അവൾക്ക് പ്രയാസമുണ്ടെങ്കിൽ അവൾ നോമ്പെടുക്കേണ്ടതില്ല. അവൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് നൽകിയിട്ടുണ്ട്, നോമ്പെടുക്കേണ്ടതില്ല. പുരുഷനെ പോലെ പള്ളിയിൽ പോയി ജമാഅത്തിൽ അവൾ പങ്കെടുക്കേണ്ടതില്ല. ജിഹാദ് അല്ലാഹു അവൾക്ക് നിർബന്ധമാക്കിയിട്ടില്ല. ഇതെല്ലാം പെണ്ണിന് അല്ലാഹു അനുവദിച്ചു കൊടുത്ത ഇളവുകളാണ്. കാരണം അവളുടെ ശാരീരിക പ്രകൃതി എങ്ങനെയാണ്, അവളുടെ ബാധ്യത അല്ലാഹു അവളെ ഏൽപ്പിച്ച ബാധ്യതകളാണ് അതൊക്കെ. അതുകൊണ്ട് തന്നെ സമ്പൂർണ്ണ സമത്വം എന്ന് പറയുന്നത് ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. എന്നാൽ പെണ്ണിന് വേണ്ട എല്ലാ സംരക്ഷണവും നൽകി അവളെ പരിഗണിക്കണം, മാനിക്കണം, അവളുടെ മഹത്വം മനസ്സിലാക്കണം. പെണ്ണിന്റെ പേരിൽ വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെയുണ്ട്, സൂറത്തുൻ നിസാ. സൂറത്തുർ റിജാൽ ആണിന്റെ പേരിൽ ഒരു സൂറത്തില്ല. എന്നാൽ വിശുദ്ധ ഖുർആനിൽ പെണ്ണിന്റെ പേരിൽ ഒരു സൂറത്തുണ്ട്, സൂറത്തുൻ നിസാ. അതുകൊണ്ട് പ്രസവിക്കപ്പെട്ട് മരണപ്പെടുന്നത് വരെ പെണ്ണിന് എല്ലാ സമയത്തും ഘട്ടത്തിലും സംരക്ഷണം നൽകേണ്ടത് ആണിന്റെ ബാധ്യതയായി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവൾ പുത്രിയാകുന്ന ഘട്ടത്തിൽ അവളെ നന്നായി പരിഗണിക്കണം. അവൾ പുത്രിയായ ഘട്ടത്തിൽ അവളെ പരിഗണിക്കണം, അവഗണിക്കരുത്. പെൺകുഞ്ഞ് പിറന്നാൽ ഇത് പെണ്ണാണെന്നറിഞ്ഞാൽ ആ പെണ്ണിനെ കൊന്ന് കളഞ്ഞിരുന്ന കാലഘട്ടത്തിലാ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത്, മൻ കാന ലഹു സലാസു ബനാത്തിൻ ഫഅലഹുന്ന വഖഫലഹുന്ന ദഖലൽ ജന്ന. ശ്രദ്ധിക്കണേ, ഈ ഹദീസ് ശ്രദ്ധിക്കണം. മൻ കാന ലഹു സലാസു ബനാത്തിൻ, ഒരാൾക്ക് 3 പെൺകുട്ടികൾ ഉണ്ടായി. അല്ലാഹു നമ്മളെ മക്കൾക്കൊക്കെ ബറക്കത്ത് കൊടുക്കട്ടെ. അല്ലാഹു നമ്മളെ മക്കളെയൊക്കെ എല്ലാ അർത്ഥത്തിലും ഖൈറിന്റെ അഹ്ലുകാൽ ഉൾപ്പെടുത്തട്ടെ. ഒരാൾക്ക് 3 മക്കളുണ്ടായി, പെൺമക്കൾ. ഫഅലഹുന്ന വഖഫലഹുന്ന, അവർക്ക് വേണ്ട സംരക്ഷണങ്ങളെല്ലാം നൽകി നല്ല നിലയിൽ അവരെ പരിചരിച്ചാൽ ദഖലൽ ജന്ന, അത് കാരണമായി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 പെൺമക്കൾ ഉണ്ടായിട്ട് ആ 3 പെൺമക്കൾക്കും വേണ്ട ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, മറ്റ് സംരക്ഷണം, വേണ്ട ഒത്താശകളെല്ലാം ചെയ്തു കൊടുത്ത് അവളെ വളർത്തിയാൽ ദീനിയായ ആ ചിട്ടകളും ചട്ടങ്ങളും ഒക്കെ അവളിൽ ഉണ്ടാക്കി ആ നിലയിൽ അവളെ സംരക്ഷിച്ചു പോന്നാൽ അവൾ സ്വർഗത്തിൽ പ്രവേശിക്കും. ഞങ്ങൾ ചോദിച്ചോ വസ്നതൈനി യാ റസൂലല്ലാഹ്, നബിയെ 2 പെൺമക്കളാണെങ്കിലോ 2 പെൺമക്കൾക്ക് വേണ്ട സംരക്ഷണം നൽകിയാലോ? ഖാല, ഹബീബ് പറഞ്ഞു, വസ്നതൈൻ, അതെ 2 പെൺമക്കൾക്ക് സംരക്ഷണം നൽകിയാലും ഈ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. ഫഖുൽനാ വവാഹിദ, അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി മാത്രമുള്ള ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. അയാൾ ചോദിച്ചു, നബിയേ വവാഹിദ, ഒരു മകൾ മാത്രമേ ഉള്ളൂ, അവൾക്ക് വേണ്ട എല്ലാ സംരക്ഷണവും നൽകി ദീനിയായ ചട്ടക്കൂട്ടിൽ അവളെ വളർത്തി വലുതാക്കി. എന്നാലോ ഖാല വവാഹിദ, അതേ ഒരൊറ്റ പെൺകുട്ടിയാണെങ്കിലും ആ പെൺകുട്ടിക്ക് സംരക്ഷണം നൽകിയാൽ ആ പെൺകുട്ടിയുടെ കാരണത്താൽ സ്വർഗം ലഭിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് പെൺമക്കൾ വലിയ ബറക്കത്താണ്. അതിന്റെ അർത്ഥം ആൺമക്കളിൽ ഒരു ബറക്കത്തുമില്ല എന്നല്ലട്ടോ. പെണ്ണ് ഏറെ ആദരിക്കപ്പെടേണ്ടവളാണ്, പരിഗണിക്കപ്പെടേണ്ടവളാണ് എന്നതാണല്ലോ നമ്മുടെ വിഷയം. അതുകൊണ്ടൊരു പെൺകുഞ്ഞിനുള്ള മഹത്വമാണ് ഇപ്പോൾ പറയുന്നത്. ഒരു പെണ്ണ് ഒരു വീട്ടിലുണ്ടായാൽ ആ വീട്ടിൽ വലിയ ബറക്കത്തുണ്ടാകും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ,
മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹോദരാ ശ്രദ്ധിക്കണേ, സഹോദരി ശ്രദ്ധിക്കണേ, ഞാൻ ഏതോ കഥകൾ പറഞ്ഞു സുഖിപ്പിക്കുകയല്ല. ഹബീബായ നബി തങ്ങളുടെ ഹദീസാണ് പറയുന്നത്. ഇത് കേട്ടോളൂ. ഓരോ അക്ഷരങ്ങളും കേൾക്കുന്നതിന് ഏറെ പ്രതിഫലമാണ്. അല്ലാഹു അത് ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഇൽമിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ ഖൈറും സലാമത്തും സന്തോഷവും നമുക്ക് നൽകട്ടെ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇദാ ഉലിദത്തിൽ ജാരിയ, ഒരിടത്തൊരു പെൺകുഞ്ഞ് പിറന്നു വീണാൽ, ജനിച്ചത് പെൺകുഞ്ഞാണെങ്കിൽ ബഅസല്ലാഹു ഇലൈഹാ മലക്കാ, അവിടേക്ക് അല്ലാഹു ഒരു മലക്കിനെ അയക്കും. യസുഫുൽ ബറകതു സഫാ, ഇലാഹായ റബ്ബേ യാ മാലാക, റഹ്മത്തിനെ നന്നായി അവിടെ വർഷിപ്പിക്കും. എന്നിട്ട് യഖൂലു, ആ മാലാക വിളിച്ച് പറയും, ലഈഫത്തുൻ ഖറജത് മിൻ ലഈഫ, ദുർബല ദുർബല ഖറജത് മിൻ ലഈഫ, ദുർബലയിൽ നിന്ന് പുറപ്പെട്ട ദുർബല. ഇത് പറഞ്ഞ് റഹ്മത്ത് വാരിക്കോരി വർഷിപ്പിക്കും. എന്നിട്ട് പറയും, അൽ ഖയ്യിമു അലൈഹാ മുആനുൻ ഇലാ യൗമിൽ ഖിയാമ, അൽ ഖയ്യിമു അലൈഹാ, ഈ പെൺകുഞ്ഞിന് വേണ്ട സംരക്ഷണം നൽകുന്നവരാരാണോ അവര് മുആനുൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ സഹായം അവർക്ക് ലഭ്യമായി കൊണ്ടിരിക്കുമെന്ന് ആ മാലാക വിളിച്ചു പറയുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇസ്ലാം പെൺകുട്ടിയെ നന്നായി പരിഗണിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. വലിയ പരിഗണന അവർക്ക് കൊടുക്കണം. അവൾ നരകത്തിൽ നിന്നുള്ള സുരക്ഷയാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പെൺകുട്ടി, ആ പെൺകുട്ടി സഹോദരാ നരകത്തിൽ നിന്നുള്ള സുരക്ഷയാണ്. മനുബ്തുലിയ മിൻ ഹാദിഹിൽ ബനാതി ബിശൈഇൻ ഫഅഹ്സന ഇലൈഹിന്ന കുന്ന ലഹു സിത്റം മിനന്നാർ. എന്തൊരു ഹദീസാണ് ഇതൊക്കെ! എത്ര വലിയ ഗൗരവത്തിൽ നാം ഇത് കണക്കിലെടുക്കണം. ഇത് കേട്ടാൽ മാത്രം പോരാ, ഇതിനനുസരിച്ച് നമ്മളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകണം. അവരോടുള്ള പെരുമാറ്റത്തിൽ പ്രത്യേക അലിവുണ്ടാവണം. ഒരാൾക്ക് പെൺമക്കളെ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരീക്ഷണം ഉണ്ടായി, പല നിലക്ക് പല പരീക്ഷണങ്ങളും വരുമല്ലോ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹാത്തുകളിൽ പെടുത്തട്ടെ, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. എല്ലാ രോഗങ്ങളെ തൊട്ടും അള്ളാഹു അവരെ കാക്കട്ടെ, എല്ലാ ചതികളെ തൊട്ടും അള്ളാഹു അവരെ കാക്കട്ടെ. പലതരത്തിലുള്ള ചതികളിലൊക്കെ പെടാൻ ഏറെ സാധ്യതയുള്ളൊരു കാലഘട്ടത്തിൽ തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിഞ്ഞുകൂടുന്നത്. അള്ളാഹുവിനോട് നമുക്ക് തേടാം, അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. അവരുടെയൊക്കെ പഠനത്തിൽ അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. നല്ല ബുദ്ധിശക്തിയും നല്ല ഓർമ്മശക്തിയും നല്ല ഗ്രാഹ്യശക്തിയും അള്ളാഹു അവർക്കൊക്കെ നൽകട്ടെ. വിവാഹപ്രായമെത്തിയവർക്കൊക്കെ ഏറ്റവും അനുയോജ്യരായ ഏറ്റവും റാഹത്തുള്ള തുണകളെ അള്ളാഹു നൽകട്ടെ. വിവാഹം കഴിഞ്ഞവർക്കൊക്കെ അവരുടെ വീട്ടിൽ, ഭർത്താവിന്റെ വീട്ടിൽ അള്ളാഹു പൂർണ്ണമായ സന്തോഷവും സലാമത്തും റാഹത്തും ഖൈറും നൽകട്ടെ. 10,000-കണക്കിന് മുഅ്മിനീങ്ങൾ ഇലാഹായ റബ്ബേ ഈ തേട്ടത്തിന് ആമീൻ പറയുന്നുണ്ട്. ആമീൻ സ്വീകരിച്ച് ആ കാര്യത്തിലൊക്കെ ഒരു സന്തോഷവും സലാമത്തും ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവർക്കും നീ വിധിക്കണമേ റബ്ബേ. അള്ളാഹു കബൂലാക്കട്ടെ. പെൺകുഞ്ഞ്
പരീക്ഷണങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് പല നിലക്കുള്ള പരീക്ഷണങ്ങളൊക്കെ വരും. അതിലൊക്കെ ക്ഷമിക്കണം, അതിലൊക്കെ സഹിക്കണം. ചിലപ്പം നല്ല പൊന്നുപോലെ നോക്കി വളർത്തിയ മകളെ വലിയ പ്രതീക്ഷയോടുകൂടി ഒരുത്തൻ്റെ കൈ പിടിച്ച് അവന് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത് അവൻ്റെ വീട്ടിൽ അവൾ പോയി താമസിച്ചു. പിന്നീട് പലതരത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും അവളിൽ നിന്ന് ആ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ സന്തോഷമുള്ള വാർത്തകളല്ല കേൾക്കുന്നത്. എന്നാൽ പോലും അതിലൊക്കെ പരമാവധിയൊക്കെ നമ്മൾ ക്ഷമിക്കുകയും റബ്ബിനോട് ദുആ ചെയ്യുകയും ചെയ്യണം. ഇതൊക്കെ ഒരു പരീക്ഷണമാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹു എല്ലാ പ്രയാസങ്ങളും പരിഹരിച്ച റാഹത്തിലാക്കട്ടെ. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ഈ നിലയിൽ പെൺമക്കളെ കൊണ്ടൊരാൾ പരീക്ഷിക്കപ്പെട്ടു. എന്നാൽ കുന്നലഹു സിത്റം മിനന്നാർ, ആ പെൺകുഞ്ഞുങ്ങൾ, ആ പെൺകുട്ടികൾ അവർക്ക് നരകത്തിൽ നിന്ന് സംരക്ഷണമാകുമെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൾ വീടിന്റെ ഐശ്വര്യമാണ്, അവൾ വീടിന്റെ കൺകുളിർമയാണ്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ വീട്ടിൽ വന്ന് കയറുന്ന പെൺമക്കൾ, നമ്മുടെ ആൺമക്കൾ വിവാഹം ചെയ്ത് നമ്മുടെ വീട്ടിൽ വന്ന് കയറുന്ന പെൺമക്കൾ, അവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അവർ നമ്മുടെ മക്കളെ നമ്മൾ പോറ്റി വളർത്തി വലുതാക്കി ഒരുത്തന്റെ കൈ പിടിച്ച് ഏൽപ്പിച്ച് മീസാക്കൻ ഖലീല, വലിയ മീസാക്കാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? ആ നിക്കാഹ് എന്ന വലിയ മീസാക്കിലൂടെ അവനെ ഏൽപ്പിച്ച് കൊടുത്തയക്കുമ്പോ ഏതൊരു ബാപ്പയുടെ മനസ്സും ഏതൊരു ഉമ്മയുടെ മനസ്സും പടച്ചവനെ ആഗ്രഹിക്കും, എന്റെ മകൾക്ക് അവിടെ റാഹത്താവണം, സന്തോഷാവണം. ഇവിടെ അവൾക്ക് കിട്ടുന്ന സന്തോഷത്തെക്കാൾ, മനസ്സമാധാനത്തെക്കാൾ അവിടെ അവൾക്ക് സന്തോഷം കിട്ടണേ എന്ന് മനമുരുകി ദുആ ചെയ്യും. നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പോലെ ഓരോ ബാപ്പയും ഉമ്മയും ആ നിലയിലാണ് ഇവരെ നമ്മുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു നിലക്കുള്ള വിവേചനവുമില്ലാതെ പൂർണ്ണമായ കാരുണ്യത്തോടെയും സന്തോഷത്തോടെയും അവരോട് പെരുമാറാൻ സാധിക്കണം. അതിനൊക്കെ വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത്. അവിടെയൊക്കെ പിശാചിന്റെ ഇടപെടലുണ്ടാകും. പൈശാചികമായ ആധിപത്യത്തിലൂടെ നമ്മളുടെ മനസ്സിൽ വെറുതെ ഓരോ തോന്നലും വൈരാഗ്യം വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളുടെ അമല് ബാത്തിലാക്കാനുള്ള പരിശ്രമങ്ങൾ അവൻ നടത്തും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കണം, ഇവര് വീടിന്റെ ഐശ്വര്യമാണ്. മഹാനായ ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലാ തക്റഹുൽ ബനാത്, ഒരിക്കലും നിങ്ങൾ പെൺകുട്ടികളെ വെറുക്കരുത്, അവരെ വെറുപ്പിക്കരുത്, അവരെ പ്രയാസപ്പെടുത്തരുത്. ഫഇന്നഹുന്നൽ മുനിസാത്തിൽ ആലിയാ, എന്തേ കാര്യമെന്നറിയോ? ഫഇന്നഹുന്നൽ മുനിസാത്തിൽ ആലിയാത്, അവരെ അല്ലാഹുവേ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അമൂല്യമായ രത്നമാണവർ, അവർ വീട്ടിന്റെ ഐശ്വര്യമാണ്, അവര് വീട്ടിന്റെ സന്തോഷമാണ്. അപ്പൊ അവരെങ്ങനെ വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്താൽ ആ സന്തോഷവും റാഹത്തും വീട്ടിൽ നിന്ന് തന്നെ ഇല്ലാതെയാവാൻ കാരണമാകും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ എന്തേ പറഞ്ഞത്? പെണ്ണ് അവൾ ഏറെ പരിഗണിക്കപ്പെടേണ്ടവളാണ്. അപ്പൊ ഒരു ചെറിയ പ്രായത്തിൽ പെൺകുട്ടിയാകുമ്പോൾ അവളെ പരിഗണിക്കേണ്ടതിനെ കുറിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശം നിങ്ങൾ കേട്ടില്ലേ? ഇനി അവൾ വളർന്ന് യുവതിയായാലോ, അവൾ യുവത്വത്തിലേക്ക് പ്രവേശിച്ചാൽ ഏറ്റവും അനുയോജ്യനായ ഭർത്താവിനെ കണ്ടുപിടിച്ച് വിവാഹം ചെയ്തയക്കണം. ഏറ്റവും നല്ല വസ്ത്രം അവൾക്ക് കൊടുക്കണം. നല്ല നിലയിൽ ആവശ്യത്തിന് ആഭരണം കൊടുക്കണം. ഇതൊക്കെ കൃത്യമായി മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ മെസ്സേജുകളൊക്കെ എല്ലാവരിലേക്കും എത്തണം. കുറെ ഈ വിവരക്കേട് കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും പല അനർത്ഥങ്ങളും നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത് കേൾക്കുന്നവരൊക്കെ പരമാവധി ഈ ലിങ്കുകളൊക്കെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഈ നന്മ എത്തിച്ചു കൊടുക്കാൻ
കൊടുക്കാൻ ശ്രമിക്കണമെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാ. അള്ളാഹു എല്ലാ ഹൈറായ കാര്യങ്ങൾക്കും നമുക്ക് തൗഫീക്ക് നൽകട്ടെ. കാരണം നമ്മളൊക്കെ ഒന്നല്ലേ. മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതവാസുലിഹിം കമസലിൽ ജസദിൽ വാഹിദ്. വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒക്കെ ഉദാഹരണം, അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ഉദാഹരണം കമസലിൽ ജസദിൽ വാഹിദ്, ഒരേ ഒരൊറ്റ ശരീരം പോലെയാണ്. അഥവാ ഇദസ്തകാ മിൻഹു ളുൻ തദാലഹു സായിറുൽ ജസദി ബിൽ ഹുമ്മാ വസ്സഖർ. ഒരൊറ്റ ശരീരം പോലെ എന്ന് പറയുമ്പോ ശരീരത്തിലെ ഏതെങ്കിലും ഒരവയവത്തിന് ഒരു അപകടം പിണഞ്ഞാൽ, ആ ഒരു അവയവത്തിന് അപകടം പിണഞ്ഞ കാരണത്താൽ, ആ കാരണത്താൽ ശരീരം മൊത്തം വേദനിക്കൂലേ? ശരീരം മൊത്തം ഉറക്കൊഴിവാക്കൂലേ? അത് കൈക്കല്ലേ അപകടം പറ്റിയത്, അത് കൈ നോക്കിക്കോട്ടെ എന്ന് വിചാരിക്കില്ല. വിശ്വാസികൾ തമ്മിൽ ഒറ്റ ശരീരം പോലെയാണ്. ഫലസ്തീനിലെ പാവപ്പെട്ട വിശ്വാസികൾ വളരെ ക്രൂരമായി, മൃഗീയമായി ഈ പുണ്യപ്പെട്ട ദിനരാത്രങ്ങളിലൊക്കെ ആക്രമിക്കപ്പെടുമ്പോൾ നമ്മളൊക്കെ അതിൽ ഏറെ വേദനിക്കുന്നവരാണ്. നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ആയുധം ദുആയാണ് മുഅ്മിൻ. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം മനമുരുകി ഇലാഹായ റബ്ബിനോട് അവർക്ക് വേണ്ടി ദുആ ചെയ്യലാണ്. ഫലസ്തീനിലെ വിശ്വാസികൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് സാന്ദർഭികമായി ഇതാ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി നമുക്കിതുപോലെ സംഗമിച്ച് ഫലസ്തീനിലെ പാവപ്പെട്ട വിശ്വാസികൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. നിങ്ങൾ അതിൽ പങ്കെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് ഇൻഷാ അല്ലാഹ് ഒരു 7:30 മണിയോടുകൂടെ പെട്ടെന്ന് മഗ്രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നോമ്പ് തുറന്ന് 7:30 മണിയോടുകൂടെ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് സംഗമിച്ച് കൂട്ടപ്രാർത്ഥന നടത്തണം. ആർക്ക് വേണ്ടി? ഫലസ്തീനികൾക്ക് വേണ്ടി. അവരനുഭവിക്കുന്ന ത്യാഗങ്ങൾ എത്രയാ! നൂറുകണക്കിന് സഹോദരങ്ങളാ മർദ്ദനങ്ങൾക്ക്, പീഡനങ്ങൾക്ക്, താടനങ്ങൾക്ക് വിധേയരായത്. അവരവിടെ മനസ്സമാധാനമില്ലാതെ, അന്തിയുറങ്ങാതെ, ഭക്ഷണം കിട്ടാതെ ഏറെ പ്രയാസപ്പെട്ട് കഴിയുകയാ. അതിൽ പിഞ്ചുമക്കളില്ലേ സഹോദരങ്ങളെ? അല്ലെങ്കിൽ തന്നെ ഫലസ്തീനിൽ ഒരുപാട് രക്ഷിതാക്കളെ ജൂതന്മാര് പിടിച്ചുകൊണ്ടുപോയി മക്കളേറെ പ്രയാസപ്പെട്ട് കഴിയുകയാ. പലപ്പോഴും നമ്മൾ ആ നാട്ടിലൂടെ യാത്ര പോകുമ്പോ ചെറിയ ഫലസ്തീനി മക്കൾ വന്ന് നമ്മുടെ മുന്നിൽ കൈനീട്ടാറുണ്ട് കേട്ടോ. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി അവര് കണ്ണീരോടുകൂടെ കൈനീട്ടാറുണ്ട്. അവരുടെ ബാപ്പമാരെ പിടിച്ചു കൊണ്ടുപോയതാണ് ജൂതന്മാർ. അങ്ങനെയൊക്കെയുള്ള മക്കൾ നിഷ്ഠൂരമായി, ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അവിടെ. അവർക്ക് വേണ്ടി നമ്മളൊന്ന് ദുആ ചെയ്യണ്ടേ? അത് നമ്മുടെ ബാധ്യതയല്ലേ? അപ്പൊ എന്തേ പറഞ്ഞത്? ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ കുട്ടിക്കാലം മുതൽ പൂർണ്ണമായും അവളെ സംരക്ഷിച്ചു വരണം. അവൾക്ക് യുവത്വം എത്തിക്കഴിഞ്ഞാൽ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, അനുയോജ്യനായ വരനെ കണ്ടുപിടിച്ച് വിവാഹം ചെയ്തയക്കണം. അന്നിബ്നു ഉമറ റളിയല്ലാഹു അൻഹുമാ ഖാൽ, മഹാനായ ഇബ്നു ഉമർ തങ്ങളിൽ നിന്ന് നിവേദനം, ഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, സവ്വിജു അബ്നാഅകും വബനാതികും, നിങ്ങൾ നിങ്ങളുടെ ആൺമക്കളെയും പെൺമക്കളെയും നല്ല നിലയിൽ വിവാഹം ചെയ്തയക്കണം. അവർക്ക് അനുയോജ്യരായ ഇണകളെ കണ്ടെത്തണം. ഖീല, മുത്തുനബിയോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹാദാ അബ്നാഉനാ നുസവ്വിജു. ശരി, ആൺമക്കൾക്ക് നല്ല പെണ്ണിനെ കണ്ടെത്തി കല്യാണം ചെയ്ത് കൊടുത്തയക്കണം, കല്യാണമൊക്കെ നടത്തി കൊടുക്കണം, മനസ്സിലായി. പക്ഷെ ഈ പെൺമക്കളുടെ കാര്യത്തിൽ എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? എങ്ങനെയാണ് ചെയ്യേണ്ടത്?
കൈഫ ബനാതിനാ യാ റസൂലല്ലാഹ്, പെൺമക്കളുടെ കാര്യത്തിൽ എന്താണ്, എങ്ങനെയൊക്കെയാ ചെയ്യേണ്ടത്? ഉടനെ ഫഖാല, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഹുല്ലുഹുന്നദ്ദഹബ, പെൺമക്കൾക്ക് നിങ്ങൾ ആവശ്യമായ സ്വർണ്ണാഭരണം നൽകണം, വൽ ഫില്ല, വെള്ളിയും നൽകണം, വഅജീദൂ ലഹുന്നൽ കിസ്വാ, അവർക്ക് ആവശ്യമായ നല്ല വസ്ത്രം നിങ്ങൾ വാങ്ങിക്കൊടുക്കണം, വഅഹ്സിനൂ ഇലൈഹിന്ന, അവരുടെ ഭംഗിയും സൗന്ദര്യവും കൂടാൻ എന്തൊക്കെ വേണോ അതൊക്കെയും ചെയ്തു കൊടുക്കണം, ലിയുർഗബ ഫീഹിന്ന, അവന് അവളോട് താല്പര്യമുണ്ടായി സന്തോഷത്തിലാകാൻ വേണ്ടി. നല്ല സ്വർണം കൊടുക്കണം, വെള്ളി കൊടുക്കണം എന്ന്. ഈ സ്വർണം കൊടുക്കലും വെള്ളി കൊടുക്കലും സ്വർണ്ണാഭരണം നൽകുക എന്നുള്ളത് അത് നമ്മളായിട്ടുണ്ടാക്കിയ ഒരു ദുരാചാരാന്ന് പറയണ്ട, അങ്ങനെയൊന്നുമല്ല. ഒരു ബാപ്പ തന്റെ മകളെ വിവാഹം ചെയ്തയക്കുമ്പോൾ ആ മകൾക്ക് ബാപ്പയെ കൊണ്ട് കഴിയുന്നത് പോലെ ആവശ്യത്തിന് സ്വർണ്ണാഭരണം നൽകിയാൽ അതിന് അല്ലാഹു കൂലി നൽകുന്നതാണ്. അത് നമ്മൾ ഉണ്ടാക്കിയ ഒരു ദുരാചാരമല്ല. മൻ സവ്വജ ബിൻതാ തവജ്ജഹല്ലാഹു യൗമൽ ഖിയാമത്തി താജൽ മുൽക്ക്, ഒരാൾ തന്റെ മകളെ നല്ല നിലയിൽ വിവാഹം ചെയ്തയച്ചാൽ നാളെ ഖിയാമത്ത് നാളിൽ വലിയ പ്രൗഢിയുടെ അധികാരത്തിന്റെ കിരീടം അല്ലാഹു അയാൾക്ക് അണിയിക്കപ്പെടുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.